ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്നുള്ളത്. അതിൽ 18ാം നൂറ്റാണ്ടിലെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു ഭാഗം ജസ്റ്റ് വായിച്ച് പോവുക മാത്രമാണ് ചെയ്തത്. കാരണം ഇവിടെ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ജസ്റ്റ് ആ പോയിന്റുകളൊന്നും മനസ്സിലായാൽ മതി. യൂറോപ്യന്മാരുടെ ഉൾപ്രവേശവും ഇന്ത്യയുടെ മേലുള്ള ബ്രിട്ടീഷുകാരുടെ വിജയം എന്ന ഭാഗമാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഓരോന്നും ക്ലാസ് എടുത്ത് പഠിച്ചുകൊണ്ട് മാത്രമായിരിക്കും പോവുക. നോക്കാം നമുക്ക്. മതിയായ വേഗത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും പുരോഗമിക്കാൻ ഇന്ത്യക്ക് 18ാം നൂറ്റാണ്ടിൽ സാധിച്ചില്ല. രാജ്യത്തിൻ്റെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നികുതി ആവശ്യം, ഉദ്യോഗസ്ഥ പീഡനം, പ്രഭുക്കന്മാരുടെയും നികുതി ലേലക്കാരുടെയും ജമീന്ദാർമാരുടെയും ആർത്തിയും പിഴിയലും, ശത്രു സൈന്യങ്ങളുടെ മുന്നേറ്റവും പിൻവാങ്ങലും, പ്രദേശത്ത് അലഞ്ഞു നടന്ന അനേകം സാഹസികരുടെ കൊള്ളകൾ, ഇവയെല്ലാം ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റി. അക്കാലത്തെ ഇന്ത്യ വൈരുദ്ധ്യങ്ങളുടെ ഒരു നാടായിരുന്നു. കടുത്ത ദാരിദ്ര്യത്തോടെയും അത്യധികം സമ്പത്തും ആർഭാടവും കടുത്ത ദാരിദ്ര്യത്തോടൊപ്പം അത്യധികം സമ്പത്തും ആർഭാടവും നിലനിന്നു. ഒരു വശത്ത് ധനികരും ശക്തരുമായിട്ടുള്ള പ്രഭുക്കന്മാർ ആർഭാടങ്ങളിലും സുഖസൗകര്യങ്ങളിലും മുഴുകി ജീവിച്ചപ്പോൾ, മറുവശത്ത് പീഡിതരും ദരിദ്രരും പിന്നോക്കക്കാരുമായ കർഷകർ കഷ്ടിച്ചുള്ള ജീവിതം നയിക്കുകയും എല്ലാ തരത്തിലുമുള്ള അന്യായങ്ങൾക്കും അനീതികൾക്കും വിധേയരാവുകയും ചെയ്തു. എന്നാലും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ 100 വർഷം കഴിഞ്ഞതിന് ശേഷം 19ാം നൂറ്റാണ്ട് അവസാനത്തിലായിരുന്നതിനേക്കാൾ മെച്ചമായിരുന്നു ഈ കാലത്തുണ്ടായിരുന്ന ഇന്ത്യയിലെ ജീവിതം. അതായത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇന്ത്യ ആയ പരിസ്ഥിതിയിലേക്കൊന്നും എത്തിയിരുന്നില്ല. 18ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ 18ാം നൂറ്റാണ്ടിൽ കൃഷി സാങ്കേതികമായി പിന്നോക്കവും വളർച്ച മുരടിച്ചവയുമായിരുന്നു. ഉൽപാദന രീതികൾ നൂറ്റാണ്ടുകളായി ഒരേ അവസ്ഥയിലായിരുന്നു. സാങ്കേതിക പിന്നോക്കാവസ്ഥയ്ക്ക് പകരം കർഷകർ അത്യധ്വാനം ചെയ്തു. കർഷകർ വാസ്തവത്തിൽ ഉൽപാദനത്തിൽ അത്ഭുതങ്ങൾ കാട്ടി. തന്നെയുമല്ല, കൃഷിഭൂമിയുടെ ക്ഷാമം കർഷകർക്കുണ്ടായിരുന്നില്ല. നിർഭാഗ്യവശാൽ പ്രയത്നഫലം അവർക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. സമൂഹത്തിൽ മറ്റുള്ളവരെ താങ്ങി നിർത്തിയത് ഉൽപ്പന്നങ്ങളാണെങ്കിലും തനിക്ക് ലഭിച്ച പ്രതിഫലം തീർത്തും മതിയാകാത്തതായിരുന്നു. ഇതായിരുന്നു കർഷകരുടെ അവസ്ഥ. രാജ്യവും ജമീന്ദാർമാരും ജാഗിർദാർമാരും നികുതി ലേലക്കാരും അവരിൽ നിന്ന് പരമാവധി പിഴിഞ്ഞെടുക്കാൻ ശ്രമിച്ചു. മുഗൾ സാമ്രാജ്യത്തെ സംബന്ധിച്ച് മറാത്ത, സിഖ് രാജ്യങ്ങൾ, മുഗൾ സാമ്രാജ്യത്തെ പിന്തുടർച്ചക്കാരായ മറ്റു രാജ്യങ്ങൾ എന്നിവയെ സംബന്ധിച്ചും ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മുഗൾ സാമ്രാജ്യത്തെ സംബന്ധിച്ചും മറാത്ത, സിഖ് രാജ്യങ്ങൾ, മുഗൾ സാമ്രാജ്യത്തെ പിന്തുടർച്ചക്കാർ, ഇവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരുന്നു കർഷകർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഏറെക്കുറെ സ്വയം പര്യാപ്തവും തീരെ കുറച്ചു മാത്രം പുറമേ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയും പിന്നോക്കമായ വിനിമയ സൗകര്യങ്ങളുള്ളവയും ആയിരുന്നെങ്കിലും മുഗളർക്ക് കീഴിൽ രാജ്യത്തിനുള്ളിൽ ഏഷ്യയിലെയും യൂറോപ്പിലെയും മറ്റു രാജ്യങ്ങളും തമ്മിലും വ്യാപകമായിട്ട് കച്ചവടങ്ങൾ നടന്നിരുന്നു. മുത്ത്, പട്ടുനൂല്, കമ്പിളി, ഈത്തപ്പഴം, ഉണങ്ങിയ ഫലങ്ങൾ, പനിനീര് എന്നിവ പേർഷ്യൻ ഗൾഫ് പ്രദേശങ്ങളിൽ നിന്നും, സ്വർണം, മരുന്ന്, തേൻ എന്നിവ അറേബ്യയിൽ നിന്നും, ചായ, പഞ്ചസാര, കളിമൺപാത്രം, പട്ട് എന്നിവ ചൈനയിൽ നിന്നും, സ്വർണം, കസ്തൂരി, കമ്പിളി വസ്ത്രം എന്നിവ ടിബറ്റിൽ നിന്നും, വെളുത്തീയം സിംഗപ്പൂരിൽ നിന്നും, സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധ വസ്തുക്കൾ, ചാരായം, പഞ്ചസാര എന്നിവ ഇന്തോനേഷ്യയിൽ നിന്നും, ആനക്കൊമ്പും മരുന്നുകളും ആഫ്രിക്കയിൽ നിന്നും, കമ്പിളി വസ്ത്രം, ചെമ്പ്, ഇരുമ്പ്, കറുത്തീയം എന്നിങ്ങനെയുള്ള ലോഹങ്ങളും കടലാസും യൂറോപ്പിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാന കയറ്റുമതി വസ്തു പരുത്തി വസ്ത്രമായിരുന്നു. ലോകമാകെ പ്രസിദ്ധവും എവിടെയും വൻ ആവശ്യങ്ങളും ഉള്ളവയായിരുന്നു പരുത്തി വസ്ത്രങ്ങൾ. പട്ടുനൂൽ വസ്ത്രങ്ങൾ, ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ, നീലം, വെടിയുപ്പ്, അതുപോലെ കറുപ്പ്, അരി, ഗോതമ്പ്, പഞ്ചസാര, കുരുമുളക്, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ, രത്നക്കല്ലുകൾ, മരുന്നുകൾ എന്നിവയും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈവേലകളിലും കാർഷിക ഉൽപ്പന്നങ്ങളിലും ഇന്ത്യ മൊത്തത്തിൽ സ്വയം പര്യാപ്തമായിരുന്നത് കൊണ്ട് വിദേശ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് വൻതോതിൽ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല.
അതേസമയം അതിൻ്റെ വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്തൊരു സ്ഥിര വിപണിയും ഉണ്ടായിരുന്നു. അതിനാൽ ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതിക്കായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നത്. കച്ചവടം തുലന നിലയിലെത്തിച്ചത് വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ഇറക്കുമതി കൊണ്ടായിരുന്നു. വിലയേറിയ ലോഹങ്ങളുടെ പാത്രമായാണ് ഇന്ത്യ അറിയപ്പെട്ടത്. 18-ാം നൂറ്റാണ്ടിൽ അധിനിവേശപൂർണമായ ആഭ്യന്തര വിദേശ വാണിജ്യങ്ങളുടെ അവസ്ഥയെപ്പറ്റി ചരിത്രകാരന്മാരെ വിയോജിക്കുന്നുണ്ട്. കൂടുതൽ സ്വാധീനമുള്ള അഭിപ്രായ പ്രകാരം 18-ാം നൂറ്റാണ്ടിലെ പല ഭാഗങ്ങളിലെയും നിരന്തര യുദ്ധങ്ങളും അക്രമങ്ങളും രാജ്യത്തിൻ്റെ ആഭ്യന്തര വാണിജ്യത്തിന് ദോഷം ചെയ്തു. അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നവരും വിദേശ ആക്രമണകാരികളും അനേകം കച്ചവട കേന്ദ്രങ്ങളെ കൊള്ളയടിച്ചു. പല കച്ചവട പാതകളും സംഘടിതരായ കൊള്ളസംഘങ്ങളാൽ ബാധിതമായിരുന്നു. കച്ചവടക്കാരും കച്ചവട സംഘങ്ങളും നിരന്തരം കൊള്ളയടിക്കപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളായിരുന്ന ഡൽഹിക്കും ആഗ്രയ്ക്കും ഇടയിലുള്ള റോഡ് പോലും ആക്രമികളാൽ അരക്ഷിതമാക്കപ്പെട്ടിരുന്നു. തന്നെയുമല്ല, പ്രാദേശിക ഭരണാധികാരികളുടെയും അനവധി പ്രാദേശിക മുഖ്യന്മാരുടെയും വളർച്ചയോടുകൂടി ചുങ്കപ്പുരകളും ചൗക്കികളും ധാരാളം ഉണ്ടായി വന്നു. ഭരണപ്രദേശത്ത് പ്രവേശിക്കുകയോ കടന്നുപോവുകയോ ചെയ്യുന്ന ചരക്കുകളിന്മേൽ ഭാരിച്ച ചുങ്കങ്ങൾ ചുമത്തി വരുമാനം വർദ്ധിപ്പിക്കാൻ ചെറുതും വലുതുമായ ഓരോ ഭരണാധികാരികളും ശ്രമിച്ചു. ഇവയെല്ലാം ദീർഘദൂര വാണിജ്യത്തിനെ ദോഷകരമായിട്ട് ബാധിച്ചു. കച്ചവടം ചെയ്തിരുന്ന ആർഭാട വസ്തുക്കളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ പ്രഭുക്കന്മാരുടെ ക്ഷീണാവസ്ഥയും ആഭ്യന്തര വാണിജ്യത്തെ തളർത്തിയിരുന്നു. മറ്റ് ചരിത്രകാരന്മാർ കരുതുന്നത് രാഷ്ട്രീയ മാറ്റങ്ങൾക്കും യുദ്ധങ്ങൾക്കും ആഭ്യന്തര വാണിജ്യത്തിന്മേൽ സ്വാധീനം ഊതിപ്പെരുപ്പിച്ച് കാണിക്കുകയാണെന്നാണ്. സമുദ്ര വാണിജ്യം വിസ്തൃതമായപ്പോൾ അഫ്ഗാനിസ്ഥാനിലൂടെയും പേർഷ്യയിലൂടെയും കരമാർഗമുള്ള കച്ചവടവും മോശമാവാൻ തുടങ്ങി. കച്ചവടത്തെ ഹനിച്ച് രാഷ്ട്രീയ ഘടകങ്ങൾ പട്ടണ വ്യവസായങ്ങളെയും ദോഷകരമായി ബാധിച്ചു. സജീവ വ്യവസായ കേന്ദ്രങ്ങളായ അനേകം സമൃദ്ധ നഗരങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. നാദിർഷാ ഡൽഹി കൊള്ള ചെയ്തു. ജാട്ടുകൾ ആഗ്രയിലും മറാത്ത മുഖ്യന്മാർ സൂററ്റിലും ഗുജറാത്തിലെ മറ്റു പട്ടണങ്ങളിലും ഡെക്കാണിലും സിഖുകാർ സർഹിന്ദിലും അങ്ങനെ വിവിധ പ്രദേശങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അതുപോലെ ചില പ്രദേശങ്ങളിൽ ഫ്യൂഡൽ വർഗത്തിനും കൊട്ടാരങ്ങൾക്കും വേണ്ടി വേല ചെയ്തിരുന്ന കൈവേലക്കാർ തങ്ങളുടെ രക്ഷാധികാരിയുടെ തകർച്ചയോടെ ദുരിതത്തിലാവുകയും ആഗ്രയും ഡൽഹിയും പോലുള്ള പട്ടണങ്ങളുടെ നാശത്തിലേക്ക് പോവുകയും ചെയ്തു. ആഭ്യന്തര വിദേശ വാണിജ്യങ്ങളുടെ തകർച്ച രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അവരെ വല്ലാതെ ബാധിച്ചു. എന്നിരുന്നാലും യൂറോപ്പിൽ നിന്നുള്ള കച്ചവട കമ്പനിയുടെ പ്രവർത്തന ഫലമായി യൂറോപ്പുമായുള്ള കച്ചവടം വർദ്ധിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ചില വ്യവസായങ്ങൾ നേട്ടമുണ്ടാക്കി. പുതിയ രാജാധികാരങ്ങളുടെയും പ്രാദേശിക പ്രഭുക്കന്മാരുടെയും ജമീന്ദാർമാരുടെയും ഉദയത്തോടെ ഫൈസാബാദ്, ലക്നൗ, വാരണാസി, പട്ന എന്നിങ്ങനെയുള്ള പട്ടണങ്ങളുടെ ഉയർച്ചയ്ക്കും ഒരു പരിധിവരെ കൈവേല ഉൽപ്പാദനത്തിൻ്റെ തിരിച്ചുവരവിനും ഇത് ഇടയാക്കി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യ വ്യാപക ഉൽപ്പാദനത്തിൻ്റെ ഒരു നാടായിട്ട് മാറിയിരുന്നു. ഇന്ത്യയിലെ കൈവേലക്കാർ വൈദഗ്ധ്യത്തിന് ലോകമെങ്ങും പ്രശസ്തരായിരുന്നു. ഇന്ത്യ വൻതോതിൽ പരുത്തുതുണി, പട്ടുതുണി, പഞ്ചസാര, ചണം, നിറം പിടിപ്പിക്കാനുള്ള പദാർത്ഥങ്ങൾ, ലവണലോഹ ഉൽപ്പന്നങ്ങളായ ആയുധങ്ങൾ, ലോഹപാത്രങ്ങൾ, വെടിയുപ്പ്, എണ്ണ എന്നിവ ഉൽപ്പാദിപ്പിച്ചു. ബംഗാളിലെ ധാക്ക, മുർഷിദാബാദ്, ബീഹാറിലെ പട്ന, ഗുജറാത്തിലെ സൂററ്റ്, അഹമ്മദാബാദ്, ബ്രോച്ച്, മധ്യപ്രദേശിലെ ചന്ദേരി, മഹാരാഷ്ട്രയിലെ ബർഹാൻപൂർ, യു.പിയിലെ ജോധ്പൂർ, വാരണാസി, ലക്നൗ, ആഗ്ര, പഞ്ചാബിലെ മുൾട്ടാൻ, ലാഹോർ, ആന്ധ്രയിലെ മസൂലിപ്പട്ടണം, കർണാടകയിലെ ബാംഗ്ലൂർ, തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, മധുര എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട തുണി വ്യവസായ കേന്ദ്രങ്ങൾ. മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും ബംഗാളിലും കപ്പൽ നിർമ്മാണ വ്യവസായം സജീവമായിരുന്നു. മേഖലയിൽ ഇന്ത്യക്കാരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ച് ഇംഗ്ലീഷുകാരനായ ഒരു നിരീക്ഷകൻ ഇങ്ങനെ എഴുതുന്നു:
കപ്പൽ നിർമ്മാണത്തിൽ ഇംഗ്ലീഷുകാരിൽ നിന്ന് അവർ പഠിച്ചതിനേക്കാൾ വളരെയേറെ ഇംഗ്ലീഷുകാരെ അവർ പഠിപ്പിച്ചു. തങ്ങളുടെ ഉപയോഗത്തിനായി യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യയിൽ നിർമ്മിച്ച അനേകം കപ്പലുകൾ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ ഉദയത്തിൽ കച്ചവടത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഇത് നമ്മുടെ ഇന്ത്യ. റഷ്യയിലെ മഹാനായ പീറ്റർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഇന്ത്യയുടെ വാണിജ്യം ലോകത്തിൻ്റെ വാണിജ്യമാണെന്ന് ഓർമ്മ വയ്ക്കണം. അതിനെ പരിപൂർണമായി നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യൂറോപ്പിൻ്റെ അധികാരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചരിത്രകാരന്മാരുടെ ഇടയിൽ തർക്കം നിലനിൽക്കുകയാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെയും കുറേ സ്വയംഭരണ രാജ്യങ്ങളുടെ വളർച്ചയുടെയും ഫലമായി മൊത്തത്തിൽ സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുണ്ടോ, അതോ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ കാർഷിക കൈവേല ഉൽപ്പന്നങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും മറ്റ് ചില ഭാഗങ്ങളിൽ അവ അലങ്കോലപ്പെടുകയും നശിക്കുകയും ചെയ്യുകയും അങ്ങനെ കച്ചവടത്തിലും ഉൽപ്പാദനത്തിലും കുത്തനെ ഒരു താഴ്ച ഉണ്ടാകാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചരിത്രകാരന്മാർക്കിടയിൽ ഇങ്ങനെ ഡിസ്കഷൻ നടന്നിരുന്നു. വാസ്തവത്തിൽ ഒരിടത്ത് പുരോഗതിയും മറ്റു ചിലയിടങ്ങളിൽ തകർച്ചയും എന്നതല്ല, അടിസ്ഥാനപരമായ സാമ്പത്തിക സ്തംഭനാവസ്ഥയുണ്ടോ എന്നതാണ് പ്രശ്നം. ഇന്ത്യൻ സമ്പദ്ഘടന ഉൾക്കരുത്തുള്ളവയായിരിക്കുമ്പോഴും സാമ്പത്തിക ജീവിതത്തിൽ ഒരു പ്രത്യേക തുടർച്ച ഉണ്ടായിരിക്കുമ്പോഴും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ 17-ാം നൂറ്റാണ്ടിൽ കാണപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയൊന്നും 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല. അതേസമയം നിശ്ചയമായ തകർച്ചയുടെ ലക്ഷണം കാണിക്കുന്നുമുണ്ട്. 18-19 നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് ഉണ്ടായതിൻ്റെ അത്രയും സാമ്പത്തിക ദുരിതവും തകർച്ചയും 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ രാജ്യങ്ങളുടെ കാർഷിക കൈവേല ഉൽപ്പാദനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. അക്കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസം തീർത്തും അവഗണിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ അത് മൊത്തത്തിൽ കോട്ടങ്ങളുള്ളതായിരുന്നു. പരമ്പരാഗതവും പാശ്ചാത്യ നാട്ടിലെ വേഗത്തിലുള്ള വളർച്ചയുമായി യാതൊരു ബന്ധവുമില്ലാത്തതായിരുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസം. അതിലൂടെ പകർന്നു കൊടുത്ത അറിവ് സാഹിത്യം, നിയമം, മതം, തത്വശാസ്ത്രം, ലോജിക്ക് എന്നീ മേഖലകളിൽ പരിമിതപ്പെടുകയും ഭൗതിക ജീവശാസ്ത്രങ്ങളും സാങ്കേതിക വിദ്യയും ഭൂമിശാസ്ത്രവും ഉൾപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമൂഹത്തെക്കുറിച്ച് വസ്തുനിഷ്ഠവും യുക്തിഭദ്രവുമായ ഒരു പഠനമായിരുന്നില്ല. എല്ലാ മേഖലകളിലും സർഗചിന്തകളെ നിരുത്സാഹപ്പെടുത്തുകയും പുരാതന പഠന രീതികൾക്ക് ഊന്നൽ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ രാജ്യത്താകെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സാമ്പത്തികമായി സഹായിച്ചത് നവാബുമാരും രാജാക്കന്മാരും ധനികന്മാരായ ജമീന്ദാർമാരും ആയിരുന്നു. ഹിന്ദുക്കൾക്കിടയിൽ ഉയർന്ന വിദ്യാഭ്യാസം സംസ്കൃതം അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അധികവും ബ്രാഹ്മണരിൽ മാത്രമായി പരിമിതപ്പെടുകയും അക്കാലത്തെ ഔദ്യോഗിക ഭാഷയായ പാർസിയുടെ പഠനം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ ഒരുപോലെ പ്രചാരത്തിലുണ്ടാവുകയും ചെയ്തിരുന്നു. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ സാമ്പത്തികമായി സഹായിച്ചത് ആരായിരുന്നു? നവാബുമാരും രാജാക്കന്മാരും ധനികന്മാരായ ജമീന്ദാർമാരുമായിരുന്നു. ഇപ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ ഉയർന്ന വിദ്യാഭ്യാസം ഏത് ഭാഷയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? സംസ്കൃതത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അധികവും ബ്രാഹ്മണരിൽ മാത്രമായി പരിമിതപ്പെടുകയും അക്കാലത്ത് ഔദ്യോഗിക ഭാഷയായ പാർസിയുടെ പഠനം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ വ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം വ്യാപകമായിരുന്നു. ഹിന്ദുക്കളുടെ ഇടയിലെ വിദ്യാഭ്യാസം പട്ടണ ഗ്രാമ വിദ്യാലയങ്ങളിലൂടെയും മുസ്ലിങ്ങളുടെ ഇടയിലെ പള്ളികളിൽ സ്ഥിതി ചെയ്യുന്ന മക്തബകളിലെ മൗലവിമാരിലൂടെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാലയങ്ങളിൽ വെച്ച് കൊച്ചു വിദ്യാർത്ഥികളെ വായിക്കാനും എഴുതാനും കണക്കുകൂട്ടാനും പഠിപ്പിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ബ്രാഹ്മണര്, രജപുത്രര്, വൈശ്യര് എന്നിങ്ങനെയുള്ള ഉയർന്ന ജാതിക്കാർക്ക് മാത്രം കിട്ടി. താഴ്ന്ന ജാതിയിലുള്ള അനേകം പേരും വിദ്യ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു. രസകരമെന്ന് പറയട്ടെ, ശരാശരി സാക്ഷരത പിന്നീട് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറവായിരുന്നില്ല. അപ്പോൾ ഇന്ത്യക്കാർക്ക് പൊതുവെ മെച്ചപ്പെട്ട കഴിവുകൾ എഴുതുന്നതിലും വായിക്കുന്നതിലും കണക്കുകൂട്ടുന്നതിലും യൂറോപ്പിലെ ഏത് രാജ്യത്തെയും സാധാരണ ജനങ്ങളെക്കാൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു എന്ന് 1813 വാറൻ ഹേസ്റ്റിങ്സ് പോലും എഴുതിയിട്ടുണ്ട്. ആധുനിക നിലവാരമനുസരിച്ച് അക്കാലത്തെ പരിമിതമായ ആവശ്യത്തിന് അത് ധാരാളമായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസത്തിലെ മഹത്തായ ഒരു കാര്യം ഗുരുക്കന്മാരെ സമൂഹം ഏറെ ബഹുമാനത്തോടെ കണ്ടിരുന്നു എന്നതും ഒരു ദൂഷ്യവശം പെൺകുട്ടികൾക്ക് അന്ന് വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല എന്നുള്ളതാണ്.
ഇനി ആ കാലത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ 18-ാം നൂറ്റാണ്ടിലെ സാമൂഹിക ജീവിതവും സംസ്കാരവും സ്തംഭനാവസ്ഥയിലും കഴിഞ്ഞ കാലത്തിന് പ്രാധാന്യം നൽകുന്നവയും ആയിരുന്നു. നൂറ്റാണ്ടുകളിലൂടെ വളർന്നു വന്ന വിശാലമായ ഒരു സാംസ്കാരിക ഐക്യമുണ്ടായിരുന്നുവെങ്കിലും രാജ്യത്തെല്ലായിടത്തും സംസ്കാരത്തിനും സാമൂഹിക രൂപങ്ങൾക്കും ഒരു ഏകരൂപം ഉണ്ടായിരുന്നില്ല. എല്ലാ ഹിന്ദുക്കളും എല്ലാ മുസ്ലിങ്ങളും ചേർന്ന് രണ്ട് വ്യത്യസ്ത സമൂഹങ്ങളുണ്ടായിരുന്നില്ല. മതം, പ്രദേശം, ഗോത്രം, ഭാഷ, ജാതി എന്നിവ അടിസ്ഥാനമാക്കി ആളുകൾ വിഭജിക്കപ്പെട്ടു. തന്നെയുമല്ല, ഉയർന്ന വർഗ്ഗക്കാരുടെ സാമൂഹിക ജീവിതവും സംസ്കാരവും താഴ്ന്ന വർഗ്ഗക്കാരുടെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഹിന്ദുക്കളുടെ സാമൂഹിക ജീവിതത്തിൽ മുഖ്യ സ്വഭാവം ജാതിയായിരുന്നു. 4 വർണ്ണങ്ങളെ കൂടാതെ ഓരോ പ്രദേശത്തും വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടായിരുന്ന അനേകം ജാതികളായി ഹിന്ദുക്കൾ വേർതിരിഞ്ഞിരുന്നു. ജാതി വ്യവസ്ഥ ജനങ്ങളെ കർശനമായിട്ട് വിഭജിക്കുകയും സാമൂഹിക ക്രമത്തിൽ അവരുടെ സ്ഥാനം സ്ഥിരമായി സ്ഥാപിക്കുകയും ചെയ്തു. ബ്രാഹ്മണരുടെ നേതൃത്വത്തിലുള്ള ഉയർന്ന വർഗ്ഗക്കാർ എല്ലാ സാമൂഹിക നേട്ടങ്ങളും പദവികളും അവരുടെ കുത്തകയാക്കി മാറ്റി. ജാതി നിയമങ്ങൾ വളരെ കർക്കശമായിരുന്നു. മിശ്രജാതി വിവാഹങ്ങൾ നിരോധിക്കപ്പെട്ടിരുന്നു. വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർ ചേർന്നുള്ള മിശ്ര ഭോജനത്തിനും നിരോധനമുണ്ടായിരുന്നു. ചില അവസരങ്ങളിൽ ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിയിലുള്ളവർ തൊട്ട ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. തൊഴിൽ സാധ്യത വ്യത്യസ്ത സ്വഭാവങ്ങളിൽ ഉണ്ടായിരുന്ന അനേകം വ്യത്യസ്ത ജാതികളുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉദാഹരണമായി, ബ്രാഹ്മണര് കച്ചവടത്തിലും സർക്കാർ ഉദ്യോഗത്തിലും ഏർപ്പെടുകയും ജമീന്ദാരികൾ കാര്യസ്ഥം വഹിക്കുകയും ചെയ്തു. അനേകം ശൂദ്ര ലൗകിക വിജയവും ധനവും നേടുകയും സമൂഹത്തിൽ ഉയർന്ന ആചാര ജാതി സ്ഥാനങ്ങൾ നേടിയെടുക്കാനായിട്ട് അവരത് ഉപയോഗിക്കുകയും ചെയ്തു. അതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ജാതി സ്ഥാനങ്ങൾ കർക്കശമില്ലാത്തതായിരുന്നു. ജാതി സഭകൾ, പഞ്ചായത്തുകൾ, ജാതി മുഖ്യന്മാർ എന്നിവർ പിഴകളിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും പുറത്താക്കലിലൂടെയും ജാതി നിയമങ്ങൾ കർശനമായിട്ട് നടപ്പാക്കിയിരുന്നു. 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ജാതി ഒരു പ്രധാന വിഘടന ശക്തിയും ജീർണതയുള്ള ഘടകവുമായിരുന്നു. ഒരേ ഗ്രാമത്തിലോ പ്രദേശത്തോ താമസിക്കുന്ന ഹൈന്ദവരെ ജാതി അനേകം സാമൂഹിക ഘടകങ്ങളാക്കി തിരിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ഹോൾക്കർ കുടുംബം ചെയ്തതുപോലെ ഉയർന്ന അധികാര സ്ഥാനം നേടിക്കൊണ്ട് ഉയർന്ന ഒരു സാമൂഹിക സ്ഥാനം ഉറപ്പാക്കാൻ ഒരു വ്യക്തിക്ക് തീർച്ചയായും കഴിയുമായിരുന്നു. ചിലപ്പോൾ അതത്ര സാധാരണമായിരുന്നില്ല. ഒരു ജാതി മൊത്തമായി ജാതി വ്യവസ്ഥയുടെ ഉയർന്ന ശ്രേണിയിലേക്ക് കയറി പറ്റുന്നതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ജാതി, വംശം, ഗോത്രം, സ്ഥാനമഹിമ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മതം, സാഹോദര്യ സമത്വങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിലും മതകാര്യങ്ങളിലെ ഭിന്നാഭിപ്രായത്തെ അടിസ്ഥാനമാക്കി ഷിയ സുന്നി പ്രഭുക്കന്മാർ തമ്മിൽ വഴക്കുകളുണ്ടായി. ഇറാനി, അഫ്ഗാനി, തുരാനി, ഹിന്ദുസ്ഥാനി മുസ്ലിങ്ങളായ പ്രഭുക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ വിഘടിച്ചു നിന്നു. ഇസ്ലാമിലേക്ക് മതം മാറിയ അനേകം ഹിന്ദുക്കൾ തങ്ങളുടെ ജാതി പുതിയ മതത്തിലേക്ക് കൊണ്ടുവരികയും നേരത്തെയുള്ളതുപോലെ അത്ര കർശനമായ അല്ലെങ്കിലും ജാതി ആചാരങ്ങൾ പാലിക്കുകയും ചെയ്തു. തന്നെയുമല്ല, പ്രഭുക്കന്മാരും പണ്ഡിതന്മാരും പുരോഹിതരും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരും അടങ്ങിയ ഷെരീഫ് മുസ്ലിങ്ങൾ, ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കൾ താഴ്ന്ന ജാതിക്കാരെ കണ്ടതുപോലെ അകൽച്ചയോടെയാണ് അജ്ലാഫ് മുസ്ലിങ്ങളെ, അതായത് താഴ്ന്ന വർഗ്ഗക്കാരെ കണ്ടിരുന്നത്. അപ്പോൾ ഷെരീഫ് മുസ്ലിങ്ങൾ, അജ്ലാഫ് മുസ്ലിങ്ങൾ എന്ന 2 വിഭാഗം അന്ന് ഉണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ കുടുംബഘടന മുഖ്യമായും പത്രാധിപത്യപരമായിരുന്നു. പിതൃപാരമ്പര്യത്തിലൂന്നിയതായിരുന്നു. അതായത് ഏറ്റവും മുതിർന്ന പുരുഷനായിരുന്നു അധികാര സ്ഥാനത്തുണ്ടായിരുന്നത്. പിന്തുടർച്ചാവകാശം ആൺവഴിക്കായിരുന്നു. എന്നിരുന്നാലും കേരളത്തിലെ നായന്മാർക്കിടയിൽ പിന്തുടർച്ചം പെൺവഴിക്കായിരുന്നു. കേരളത്തിന് പുറത്ത് സ്ത്രീകളെ ഏതാണ്ട് പൂർണ്ണമായും പുരുഷാധിപത്യത്തിന് വിധേയമായിരുന്നു. അമ്മമാരായും ഭാര്യമാരായും ജീവിക്കാൻ മാത്രമേ അവർക്ക് അവകാശമുണ്ടായിരുന്നുള്ളൂ. ഈ നിലകളിൽ അവർക്കേറെ ബഹുമാനവും ആദരവും കിട്ടുകയും ചെയ്തിരുന്നു. യുദ്ധത്തിലും അരാജകാവസ്ഥയിലും പോലും സ്ത്രീകൾ ആക്രമിക്കപ്പെടാതിരിക്കുകയും അവരുടെ ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്തിരുന്നു. നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഒരു ഹിന്ദു സ്ത്രീക്ക് തനിച്ച് എവിടെ വേണമെങ്കിലും, ആളുകൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് പോലും പോകാം. തുറിച്ചുനോട്ടവും പൂവാല ശല്യവും അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന ഒരു ഭവനം ഒരു സങ്കേതമാണ്. അത് ഭേദിച്ചു കടക്കാൻ ഏറ്റവും വഷളനായ തെമ്മാടി സ്വപ്നം കാണുക പോലുമില്ല. അത്രയും സുരക്ഷിതമായ ഒരവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇതിന് ചില അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഹല്യാബായ് 1766 മുതൽ 1796 വരെ കാര്യപ്രാപ്തിയോടുകൂടി എവിടെ ഭരിച്ചിട്ടുണ്ട്? ഇൻഡോർ ഭരിച്ചിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ
രാഷ്ട്രീയത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ മറ്റനേകം സ്ത്രീകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഉയർന്ന വർഗത്തിലെ സ്ത്രീകൾ തങ്ങളുടെ ഭവനത്തിന് വെളിയിൽ ജോലി ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കർഷക സ്ത്രീകൾ കൃഷിയിടങ്ങളിൽ സാധാരണ വേലയെടുക്കുകയും താഴ്ന്ന വർഗങ്ങളിലെ സ്ത്രീകൾ കുടുംബ വരുമാനം വർദ്ധിപ്പിക്കാനായി വീടിന് പുറത്ത് ജോലി ചെയ്യുകയും ചെയ്തു. ഉത്തരേന്ത്യയിലെ മിക്ക ഉയർന്ന വർഗങ്ങൾക്കുമിടയിൽ പർദ്ദ സാധാരണമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഈ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടപെടാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല. കുടുംബങ്ങളുടെ തലവന്മാരാണ് എല്ലാ വിവാഹങ്ങളും ഉറപ്പിക്കുന്നത്. പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരാകാമെന്ന് അനുവദിക്കപ്പെട്ടിരുന്നെങ്കിലും ധനികരല്ലാത്തവർക്ക് സാധാരണയായിട്ട് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം സ്ത്രീ ഒരിക്കൽ മാത്രമേ വിവാഹം ചെയ്യാവൂ. ചെറുപ്രായത്തിൽ വിവാഹം നടത്തുന്ന സമ്പ്രദായം രാജ്യം ഒട്ടാകെ നിലനിന്നിരുന്നു. ചിലപ്പോൾ 3-4 വയസ്സുള്ളപ്പോൾ തന്നെ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉയർന്ന വർഗ്ഗക്കാരുടെ ഇടയിൽ വിവാഹത്തിന് ഭാരിച്ച ചെലവ് വരുത്തുകയും വധുവിന് സ്ത്രീധനം കൊടുക്കുന്നതുമായ സമ്പ്രദായം ഉണ്ടായിരുന്നു. സ്ത്രീധനം എന്ന ദുരാചാരം പ്രത്യേകിച്ച് ബംഗാളിലും രജപുത്താനയിലും വ്യാപകമായിരുന്നു. മഹാരാഷ്ട്രയിൽ പേഷ്വ എടുത്ത ഊർജ്ജസ്വലമായിട്ടുള്ള നടപടികളിൽ ഒരു പരിധിവരെ അതിന് അറുതി വരുത്താനായിട്ടുണ്ട്. ജാതി വ്യവസ്ഥ കഴിഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 2 പ്രധാന സാമൂഹിക ദുരാചാരങ്ങളായിരുന്നു സതി വ്യവസ്ഥയും വിധവകളുടെ ദുരവസ്ഥയും. മരിച്ചുപോയ ഭർത്താവിൻ്റെ ദേഹത്തോടൊപ്പം ഭാര്യ സ്വയം എരിഞ്ഞു തീരുന്ന ആചാരമാണ് സതി. രജപുത്താനയിലും ബംഗാളിലും ഉത്തരേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഈ ഒരു ആചാരം കൂടുതലായി കാണപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ ഇത് സാധാരണമായിരുന്നില്ല. മറാത്തർ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. രജപുത്താനയിൽ പോലും രാജാക്കന്മാരുടെയും മുഖ്യന്മാരുടെയും വലിയ ജമീന്ദാർമാരുടെയും ഉയർന്ന ജാതിക്കാരുടെയും ഇടയിൽ മാത്രമേ ഈ ഒരു ആചാരം ഉണ്ടായിരുന്നുള്ളൂ. ഉയർന്ന വർഗങ്ങളിലെയും ഉയർന്ന ജാതികളിലെയും സ്ത്രീകൾക്ക് പുനർവിവാഹം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ചില പ്രദേശങ്ങളിൽ, ചില ജാതികളിൽ, ഉദാഹരണമായി മഹാരാഷ്ട്രയിലെ അബ്രാഹ്മണരുടെയും ഉത്തരേന്ത്യയിലെ ജാട്ടുകളുടെയും പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെയും ഇടയിൽ പുനർവിവാഹം സാധാരണമായിരുന്നു. ഹൈന്ദവ വിധവകളുടെ അവസ്ഥ സാധാരണഗതിയിൽ നിന്നും സങ്കടകരമായിരുന്നു. അവരുടെ വസ്ത്രധാരണ രീതിയിലും ഭക്ഷണത്തിലും നീക്കങ്ങളിലും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പൊതുവെ ഭൂമിയിലെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെയോ സഹോദരൻ്റെയോ ശിഷ്ടകാലം എവിടെ കഴിയുമെന്നതനുസരിച്ച് കുടുംബാംഗങ്ങളെ നിസ്വാർത്ഥമായി സേവിക്കുകയായിരുന്നു അവൾ ചെയ്യേണ്ടിയിരുന്നത്. മനസാക്ഷിയുള്ള ഇന്ത്യക്കാർ വിധവയുടെ ദുരിത ജീവിതം കണ്ട് വേദനിച്ചു. അംബറിലെ രാജ സവായ് സിംഗും മറാത്ത സൈന്യാധിപനായ പശുറാം ഭാവും വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. സാംസ്കാരികമായി 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ തളർച്ചയുടെ ചില ലക്ഷണങ്ങൾ കാണിച്ചു. പക്ഷേ 18-ാം നൂറ്റാണ്ട് ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നില്ല. നിങ്ങളുടെ സർഗാത്മകത തുടർന്നും ആവിഷ്കരിക്കപ്പെടുകയും മുൻ നൂറ്റാണ്ടുകളിൽ നിന്നുള്ള സാംസ്കാരിക തുടർച്ച വെച്ചുപുലർത്തുകയും ചെയ്തു. അതോടൊപ്പം പ്രാദേശിക പാരമ്പര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അതേസമയം സംസ്കാരം മുഴുവനായി പരമ്പരാഗതമാകുകയും ചെയ്തു. അക്കാലത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയത് രാജസദസ്സും രാജാക്കന്മാരും പ്രഭുക്കന്മാരും മുഖ്യന്മാരും ജമീന്ദാർമാരുമായിരുന്നു. അവരുടെ സാമ്പത്തിക അധപതനം ഇവയുടെ കാലക്രമത്തിലുള്ള അവഗണനകൾക്ക് കാരണമായി. രാജാക്കന്മാരുടെയും രാജകുടുംബാംഗങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും സംരക്ഷണത്തിലായിരുന്ന കലാരൂപങ്ങളാണ് ശരിക്കും ഏറ്റവും വേഗത്തിൽ നശിച്ചത്. മുഗൾ കെട്ടിട നിർമ്മാണത്തിലും ചരിത്രരചനയിലും ഇത് വളരെ ശരിയാണ്. മുഗൾ രീതിക്കാരായ അനേകം ചരിത്രകാരന്മാർ പ്രാദേശിക രാജസദസ്സുകളിലേക്ക് കുടിയേറുകയും ഹൈദരാബാദിലും ലക്നൌവിലും കാശ്മീരിലും പട്നയിലും സജീവമാകുകയും ചെയ്തു. അതേസമയം പുതിയ ചിത്രരചനാ രീതികൾ നിലവിൽ വരികയും ശ്രദ്ധേയങ്ങളാവുകയും ചെയ്തു. കാംഗ്ര രജപുത്താന രീതികൾ ഒരു പുതിയ ജീവനും അഭിരുചിയും വെളിവാക്കി. കെട്ടിട നിർമ്മാണ രംഗത്ത് ലക്നൌവിലെ ഇമാംബറ സാങ്കേതിക മികവുള്ളതാണെങ്കിലും കെട്ടിട നിർമ്മാണ അഭിരുചിയിൽ അപജയമാണ് അത് കാണിക്കുന്നത്. അതേസമയം ജയ്പൂർ പട്ടണവും അവിടുത്തെ കെട്ടിടങ്ങളും തുടർച്ചയായ ഊർജ്ജസ്വലതയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും 18-ാം നൂറ്റാണ്ടിൽ സംഗീതം വളരുകയും സജീവമായി നിലകൊള്ളുകയും ചെയ്തു. മുഹമ്മദ് ഷായുടെ ഭരണകാലത്ത് ഈ രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ ഇന്ത്യൻ ഭാഷകളിലും കവിതയ്ക്ക് ജീവിതവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും അവ ആലങ്കാരികവും കൃത്രിമവും യാന്ത്രികവും പാരമ്പര്യ രീതിയിൽ മാത്രമുള്ളതുമായിട്ട്
മാറുകയും ചെയ്തു. അതിൻ്റെ ദുരന്താഭിമുഖ്യം അക്കാലത്ത് നിരാശയും നിസ്സഹായതയും വെളിവാക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. സംരക്ഷകരായ ഭൂപ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ആത്മീയ ദാരിദ്ര്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ഉറുദു ഭാഷയുടെ വ്യാപനവും ഉറുദു കവിതയുടെ ഊർജ്ജസ്വലമായ വളർച്ചയുമാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യ ജീവിതത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു സവിശേഷത. ഉറുദു ക്രമേണ ഉത്തരേന്ത്യയിലെ വരേണ്യവർഗത്തിൻ്റെ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഷയായി മാറി. മറ്റ് ഇന്ത്യൻ ഭാഷകളിലെ സമകാലിക സാഹിത്യത്തിൻ്റെ ദൗർബല്യങ്ങൾ ഉറുദു കാവ്യത്തിനും ഉണ്ടായിരുന്നെങ്കിലും അത് മീർ, സൗദ, നസീർ എന്നിവരെ പോലെ മികവുറ്റ കവികളെയും 19-ാം നൂറ്റാണ്ടിലെ മഹാപ്രതിഭയായ മിർസ ഗാലിബിനെയും സൃഷ്ടിച്ചു. ഈ നൂറ്റാണ്ടിലുടനീളം ഹിന്ദിയും വളർന്നു. അതുപോലെ മലയാള സാഹിത്യത്തിലും ഒരു നവോത്ഥാനമുണ്ടായി. പ്രത്യേകിച്ചും തിരുവിതാംകൂറിലെ രാജാക്കന്മാരായ മാർത്താണ്ഡവർമ്മയുടെയും രാമവർമ്മയുടെയും സംരക്ഷണയിൽ ദൈനംദിന ഉപയോഗത്തിലിരുന്ന ഭാഷയിൽ ജനകീയ കവിതകൾ എഴുതിയ കേരളത്തിലെ മഹാകവികളിൽ ഒരാളായ കുഞ്ചൻ നമ്പ്യാർ ഇക്കാലത്തായിരുന്നു ജീവിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ കേരളം കഥകളി സാഹിത്യത്തിൻ്റെയും നാടകത്തിൻ്റെയും നൃത്തത്തിൻ്റെയും പരിപൂർണ വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു. ശ്രദ്ധേയമായ കെട്ടിട നിർമ്മാണ രീതിയും ചുവർ ചിത്രങ്ങളുള്ള പത്മനാഭപുരം കൊട്ടാരവും 18-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ്. തയവു മനവർ 1706 മുതൽ 1744 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. തമിഴ് സിത്തർ കവിതയുടെ മികച്ച ആവിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. മറ്റ് സിത്തർ കവികളെ പോലെ ക്ഷേത്രഭരണത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും തിന്മകൾക്കെതിരെ അദ്ദേഹം പ്രതിഷേധിച്ചു. സംഗീതം, കവിത, നൃത്തം എന്നിവ 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തഞ്ചാവൂർ രാജസദസ്സിൻ്റെ സംരക്ഷണയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. അസമിൽ അഹം രാജാക്കന്മാരുടെ സംരക്ഷണയിൽ സാഹിത്യം വളർന്നു വന്നു. ഗുജറാത്തിലെ കവിയായ ദയാറാം 18-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലായിരുന്നു ഇത് എഴുതിയത്. പഞ്ചാബിലെ പ്രസിദ്ധ കാൽപ്പനിക ഇതിഹാസമായ ഹീർ രഞ്ജ ഈ സമയത്താണ് വാരിസ് ഷാ രചിക്കുന്നത്. സിദ്ധി സാഹിത്യത്തിന് 18-ാം നൂറ്റാണ്ട് ധാരാളം നേട്ടങ്ങൾ നൽകിയ ഒരു കാലമായിരുന്നു. ഷാ അബ്ദുൽ ലത്തീഫ് പ്രശസ്ത കാവ്യ സമാഹാരമായ റിസലോ രചിച്ചു. സജലും സമിയുമായിരുന്നു ഈ നൂറ്റാണ്ടിലെ മറ്റു പ്രധാന സിദ്ധി കവികൾ. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മുഖ്യ ദൗർബല്യം ശാസ്ത്രരംഗത്തായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഇന്ത്യൻ പാശ്ചാത്യ നാടുകൾക്ക് വളരെ പിന്നിലായിരുന്നു ഇന്ത്യ. കഴിഞ്ഞ 200 വർഷക്കാലം പശ്ചിമ യൂറോപ്പ് ശാസ്ത്രീയവും സാമ്പത്തികവുമായ ഒരു വിപ്ലവത്തിലൂടെ കടന്നു പോവുകയും കണ്ടുപിടുത്തങ്ങളുടെ ഒരു പരമ്പരയിലേക്ക് നയിക്കുകയും ചെയ്തു. ശാസ്ത്രീയമായ വീക്ഷണം സാവകാശം പാശ്ചാത്യ മനസ്സുകളിലേക്ക് കനിഞ്ഞിറങ്ങുകയും യൂറോപ്പിലെയും മറ്റും സ്ഥാപനങ്ങളുടെ തത്വശാസ്ത്രപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വീക്ഷണത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. അതേസമയം മുൻകാലങ്ങളിൽ ഗണിതശാസ്ത്രത്തിലും മറ്റു ശാസ്ത്രങ്ങളിലും സുപ്രധാന സംഭാവനകൾ നൽകിയിരുന്ന ഇന്ത്യക്കാർ കുറേ നൂറ്റാണ്ടുകളായി ശാസ്ത്രത്തെ അവഗണിക്കുകയായിരുന്നു. ഇന്ത്യൻ മനസ്സ് പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട് കിടന്നു. ജനങ്ങളും പ്രഭുക്കന്മാരും വളരെയേറെ അന്ധവിശ്വാസങ്ങളിൽ മൂടിക്കിടന്നു. ശാസ്ത്രീയവും സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പാശ്ചാത്യരുടെ നേട്ടങ്ങളെക്കുറിച്ച് ഇന്ത്യക്കാർ തീർത്തും അജ്ഞരായിരുന്നു. യുദ്ധോപകരണങ്ങളിലും സൈനിക അഭ്യാസന രീതികളിലും അല്ലാതെ പാശ്ചാത്യമായ യാതൊന്നിലും 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യക്കാരായ ഭരണാധികാരികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ടിപ്പു ഒഴിച്ച് മറ്റെല്ലാം മുകളിൽ നിന്നും 16ഉം 17ഉം നൂറ്റാണ്ടുകളിലെ ഭരണാധികാരികളിൽ നിന്നും നേടിയെടുത്ത ആശയ ചട്ടക്കൂടിൽ തൃപ്തരായിരുന്നു അവർ. തീർച്ചയായും ഏതാനും ചില ഭൗതിക ഇളക്കങ്ങളുണ്ടായിരുന്നു. ഏതൊരു ജനതയ്ക്കും സംസ്കാരത്തിനും തീർത്തും അനക്കമില്ലാതിരിക്കാൻ കഴിയുന്നതല്ല. സാങ്കേതിക വിദ്യയിൽ ചില മാറ്റങ്ങളുണ്ടായി. അവയുടെ വേഗം തീരെ കുറവും സാധ്യത വളരെ പരിമിതവുമായിരുന്നു. അതിനാൽ പശ്ചിമ യൂറോപ്പിലെ നേട്ടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ മൊത്തത്തിൽ അവഗണനീയമായിരുന്നു. ശാസ്ത്രരംഗത്തെ ഈ ദൗർബല്യമാണ് അക്കാലത്ത് ഏറ്റവും പുരോഗതിയുള്ള രാജ്യത്തിന് ഇന്ത്യ പൂർണ്ണമായി അടിയൊറവ് പറയാൻ ഒരു പരിധിവരെ ഇടയായിട്ടുള്ളത്. അധികാരത്തിനും പണത്തിനും വേണ്ടിയുള്ള പോരാട്ടം, സാമ്പത്തിക തകർച്ച, സാമൂഹിക പിന്നോക്കാവസ്ഥ, സാംസ്കാരിക സ്തംഭനാവസ്ഥ എന്നിവ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളുടെ മാനസികാവസ്ഥയിൽ ആഴമുള്ളതും വിനാശകരവുമായ സ്വാധീനം ഉളവാക്കി. പ്രഭുക്കന്മാർ പ്രത്യേകിച്ച് തങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതങ്ങളിൽ ജീർണാവസ്ഥയിലായിരുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായുള്ള പാച്ചില്, വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തത, നന്ദി, ആത്മാർത്ഥത എന്നീ ഗുണങ്ങൾ അപ്രത്യക്ഷമായി. അനേകം പ്രഭുക്കന്മാർ ദുസ്വഭാവങ്ങൾക്കും അത്യാർഭാടങ്ങൾക്കും അടിമകളായി സ്ഥാനത്തിരിക്കുമ്പോൾ കൈക്കൂലി വാങ്ങുന്നവരായി മാറി. അത്ഭുതമെന്ന് പറയട്ടെ, സാധാരണ ജനങ്ങൾ കാര്യമായ അളവിൽ വഷളായിരുന്നില്ല. ഉയർന്ന വ്യക്തി സ്വഭാവവും ധാർമ്മികതയും അവർ പുലർത്തി. ഉദാഹരണമായി ബ്രിട്ടീഷുകാരനായ പ്രശസ്ത ഉദ്യോഗസ്ഥൻ ജോൺ മാൽക്കം 1821 ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഈ രാജ്യത്തെ വലിയൊരളവ് ജനങ്ങളിൽ കാണപ്പെടുന്നത്ര നന്മകളും
കാണപ്പെടുന്നത്ര നന്മകളും ഗുണങ്ങളും ഏകാധിപത്യ ഭരണത്തിനും വൻ മാറ്റങ്ങളിലും കാണിച്ച സഹനശക്തിയും സമാന സാഹചര്യത്തിലുള്ള മഹത്തായ ജനതകളൊന്നും കാണിച്ചതായിട്ട് എനിക്കറിയില്ല. പ്രത്യേകിച്ച് മോഷണം, മദ്യപാനം, അക്രമം എന്നിവയുടെ അഭാവത്തെ അദ്ദേഹം വാഴ്ത്തി. അതുപോലെ യൂറോപ്പുകാരനായ മറ്റൊരു ലേഖകൻ ക്രാൻഫോർഡ് ഇങ്ങനെ നിരീക്ഷിച്ചു: അവരുടെ ധാർമ്മിക നിയമങ്ങൾ ഏറെ ഉദാരമാണ്. ആതിഥേയ മര്യാദകളും ഔദാര്യങ്ങളും ശക്തമായി പരിശീലിപ്പിക്കപ്പെട്ടിരുന്നു എന്നത് മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നത്, ഇന്ത്യയിലെ പോലെ ഇത്ര വിശാലമായി വേറെ എങ്ങും ഇവ ആചരിച്ചിരുന്നില്ല എന്നതാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ വളരെ ആരോഗ്യകരമായ ഒരു സവിശേഷതയായിരുന്നു. അക്കാലത്ത് പ്രഭുക്കന്മാരും മുഖ്യന്മാരും തമ്മിൽ തുടർച്ചയായി യുദ്ധം ചെയ്തുവെങ്കിലും സംഘർഷമോ സഖിത്വമോ മതവ്യത്യാസമോ ആധാരമാക്കി ആയിരുന്നില്ല അത്. മറ്റൊരു വിധത്തിൽ അവരുടെ രാഷ്ട്രീയ കാമ്പ് മതേതരമായിരുന്നു. വാസ്തവത്തിൽ രാജ്യത്ത് സമുദായ സ്പർദ്ധയോ മതത്തിൻ്റെ പേരിൽ അസഹിഷ്ണുതയോ ഇല്ലായിരുന്നു. ഉന്നതരും താണവരുമായ എല്ലാ ആളുകളും മറ്റുള്ളവരുടെ മതത്തെ ബഹുമാനത്തോടെ കണ്ടു. സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിൻ്റെയും അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം സഹോദരങ്ങൾ തമ്മിലുള്ള പോലെയായിരുന്നു. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമുള്ള സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മതവ്യത്യാസം കൂടാതെ സന്തോഷവും വ്യസനങ്ങളും പങ്കുവച്ചു. സാമൂഹിക ജീവിതത്തിൻ്റെയും സാംസ്കാരിക കാര്യങ്ങളുടെയും മതേതര മേഖലകളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹകരിച്ചു. ഏകദാനമായ ഒരു ഹിന്ദു മുസ്ലിം സംസ്കാരത്തിൻ്റെയും പൊതുരീതികളുടെയും സമീപനങ്ങളുടെയും ഉരുത്തിരിയൽ തടസ്സമില്ലാതെ തുടർന്നു പോന്നു. ഹൈന്ദവ സാഹിത്യകാരന്മാർ പലപ്പോഴും പാർസി ഭാഷയിൽ എഴുതി. മുസ്ലിം എഴുത്തുകാർ ഹിന്ദിയിലും ബംഗാളിയിലും മറ്റു പ്രാദേശിക ഭാഷകളിലും എഴുതുകയും പലപ്പോഴും രാധയും കൃഷ്ണനും സീതയും രാമനും നളനും ദമയന്തിയും നളനും ദമയന്തിയും പോലുള്ള ഹൈന്ദവ സാമൂഹിക ജീവിത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഉറുദു ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ച ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ഒരു സംഗമവേദിയായി മാറി. മതരംഗത്ത് പോലും ഹിന്ദുക്കളുടെ ഇടയിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും മുസ്ലിങ്ങളുടെ ഇടയിൽ സൂഫി മാർഗത്തിൻ്റെയും വ്യാപന ഫലമായി കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിൽ വളർന്നു വന്നിരുന്ന പരസ്പര സ്വാധീനവും ആദരവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. വളരെയേറെ ഹൈന്ദവര് മുസ്ലിം വിശുദ്ധന്മാരെ ആരാധനയോടെ കണ്ടു. അനേകം മുസ്ലിങ്ങൾ ഹൈന്ദവ ദേവന്മാരോടും വിശുദ്ധന്മാരോടും അതേപോലെ ആദരവ് കാണിച്ചു. പ്രാദേശിക മതാരാധനാ രീതികളും ആലയങ്ങളും ഹൈന്ദവരും മുസ്ലിങ്ങളുമായി വളരെയേറെ അനുയായി വൃന്ദങ്ങളുമുള്ളവരായിരുന്നു. പ്രാദേശിക മതാരാധന രീതികളും ആലയങ്ങളും ഹൈന്ദവരും മുസ്ലിങ്ങളുമായ വളരെയേറെ അനുയായി വൃന്ദങ്ങളുള്ളവയായിരുന്നു. മുസ്ലിം രാജാക്കന്മാരും പ്രഭുക്കന്മാരും സാധാരണ ജനങ്ങളും ഹോളി, ദീപാവലി, ദുർഗാപൂജ എന്നിങ്ങനെയുള്ള ഹൈന്ദവ ആഘോഷവേളകളിൽ ആഹ്ലാദഭരിതരായി പങ്കെടുത്തു. ഹിന്ദുക്കൾ മുഹറം ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും മറ്റ് മുസ്ലിം ഉത്സവവേളകളിൽ ഹൈന്ദവ ഉദ്യോഗസ്ഥരും ജമീന്ദാർമാരും പ്രാമാണിക സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു. മറാത്തര് അജ്മീറിലുള്ള ഷെയ്ഖ് മുഹിയുദ്ദീൻ ചിസ്തിയുടെ കുടീരത്തെ സഹായിക്കുകയും തഞ്ചാവൂർ രാജാക്കന്മാർ നാഗൂറിലെ ഷെയ്ഖ് ഷാഹുൽ ഹമീദിൻ്റെ കുടീരത്തെ സഹായിക്കുകയും ചെയ്തു. ശൃംഗേരി ക്ഷേത്രത്തിനും മറ്റു ക്ഷേത്രങ്ങൾക്കും ടിപ്പു സുൽത്താൻ സാമ്പത്തിക സഹായം നൽകിയെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ ഇന്ത്യക്കാരിൽ ഏറ്റവും മഹാനായ രാജാറാം മോഹൻ റോയ് ഒരേപോലെ ഹൈന്ദവ ഇസ്ലാമിക ദർശനങ്ങളാലും വിശ്വാസ രീതികളാലും സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. സാംസ്കാരിക സാമൂഹിക ജീവിതത്തിൽ വ്യത്യസ്തതകളുടെ പ്രധാന ബിന്ദുവായിരുന്നില്ല മതവിശ്വാസം എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വരേണ്യവർഗക്കാരായ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജീവിത രീതികൾ തമ്മിലായിരുന്നു ഉയർന്ന വർഗക്കാരായ ഹൈന്ദവരും താഴ്ന്ന വർഗക്കാരായ ഹൈന്ദവരും തമ്മിലോ ഉയർന്ന വർഗക്കാരായ മുസ്ലിങ്ങളും താഴ്ന്ന വർഗക്കാരായ മുസ്ലിങ്ങളും തമ്മിലോ ഉള്ളതിനേക്കാൾ ഏറെ സാമ്യമുണ്ടായിരുന്നു. ഒരു മതത്തിൽപ്പെട്ടവരും വ്യത്യസ്ത ദേശങ്ങളിലായി പടർന്നിരുന്നവരുമായ ആളുകൾ തമ്മിലുള്ളതിനേക്കാൾ ഏറെ സാംസ്കാരിക ഐക്യരൂപ്യം ഒരു പ്രദേശത്തുള്ള വിവിധ ജനസമൂഹങ്ങൾക്കിടയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഗ്രാമങ്ങളിൽ കഴിയുന്ന ജനങ്ങൾക്ക് പട്ടണവാസികളേക്കാൾ വ്യത്യസ്തമായ സാമൂഹിക സാംസ്കാരിക ജീവിത രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഭാഗം ജസ്റ്റ് വായിച്ചു പോവുക മാത്രമാണ് ചെയ്തത്. കാരണം ഇവിടെ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ജസ്റ്റ് ആ പോയിന്റുകളൊന്ന് മനസ്സിലായാൽ മതി. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. യൂറോപ്യന്മാരുടെ ഉൾപ്രവേശവും ഇന്ത്യയുടെ മേലുള്ള ബ്രിട്ടീഷുകാരുടെ വിജയം എന്ന ഭാഗമാണ്. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ
അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഓരോന്നും ക്ലാസ് എടുത്ത് പഠിച്ചുകൊണ്ട് മാത്രമായിരിക്കും പോവുക. ഓക്കെ, താങ്ക് യു.